Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. Xiaomiന്റെ Mi 11 Ultra സൂപ്പർ ഫോണാണ് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ബോക്സ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് ആക്ച്വലി ഇത് അനൗൺസ് ചെയ്തത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിൽ അനൗൺസ് ചെയ്തത്. 69,999 ആണ് ഇതിൻ്റെ പ്രൈസിങ്. പക്ഷേ ഇത് സെയിലിന് പോയത് കഴിഞ്ഞ ആഴ്ചയാണ്, ലാസ്റ്റ് വീക്കാണ്. അപ്പോൾ Mi സൂപ്പർ ഫോൺ, അതായത് Mi 11 Ultraയാണ് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പൊതുവെ നമുക്കൊരു Xiaomi എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ബ്രാൻഡാണ്. അപ്പോൾ അവരൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിവൈസാണ് ഇത്. ആക്ച്വലി ഈവൻ സാംസങ് S21 Ultraനേക്കാളൊക്കെ ബെറ്ററായ ക്യാമറ ഔട്ട്പുട്ട് നൽകുന്നതാണ് പറയുന്നത്. ഇൻഫാക്ട് ഐഫോണിനേക്കാളും മികച്ച ക്യാമറ ഔട്ട്പുട്ട് നൽകുന്നതാണ് Xiaomi ക്ലെയിം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ഓഫ് ദി ലൈൻ ഹാർഡ്വെയർ ആണ് വരുന്നത്. ക്വാൾകോമിൻ്റെ 888 ചിപ്പ് സെറ്റും അങ്ങനെ എല്ലാം തന്നെ വളരെ മികച്ച ഹാർഡ്വെയർ ആണ് Mi 11 Ultraയിൽ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ബോക്സ് പാക്കേജ്. ഇതല്ല എനിക്ക് തോന്നുന്നു റീറ്റെയിൽ ബോക്സ്, ഇത് റിവ്യൂസ് ബോക്സ് ആണ്. ഇത് ആക്ച്വലി ഓപ്പൺഡ് ബോക്സ് ആണ്, നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടിയതല്ല. എങ്കിലും ഞാൻ വളരെ ക്യുക്കായിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് കൂടി നോക്കാം. അപ്പം നമ്മുടെ റെഗുലർ അൺബോക്സിങ്ങിലേക്ക് ഞാൻ പോകുന്നില്ല, വളരെ ക്യുക്കായിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇതില്ലേ Mi 11 Ultra സൂപ്പർ ഫോൺ എന്ന് എഴുതിയ ഒരു ഇത് കാണാം, കണ്ടില്ലേ? ഇതാണ് ബോക്സ്. അപ്പോൾ ഇത് തുറക്കാം. നമുക്ക് ഇത് തുറക്കുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സോളിഡ് കേസാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ ഫോണിന് ഇടാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് കേസാണ്. ഇത് ആക്ച്വൽ ജെനുവിൻ കേസാണോ എനിക്കറിയില്ല. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കേസ്. ഇത് 2 പീസായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്ന 2 പീസായിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു അഡാപ്റ്ററാണ്. ഇത് 55 വോട്ടിൻ്റെ അഡാപ്റ്ററാണ്. ആക്ച്വലി ഇത് 67 വോട്ട് സപ്പോർട്ട് ചെയ്യും. ഇൻഫാക്ട് നമ്മുടെ സോണിക് ചാർജ് 3.0 എന്ന് പറഞ്ഞ അഡാപ്റ്റർ ഇത് സപ്പോർട്ട് ചെയ്യും. പക്ഷേ നമുക്കിവിടെ കിട്ടുന്നത് ഒരു 55 വോട്ട് ചാർജറാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഫോണാണ്. നമ്മുടെ കയ്യിലുള്ളത് വൈറ്റ് കളറാണ്, വളരെ മനോഹരമായ കളറാണ്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് വിശദമായി പറയാം, ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിതിനകത്ത് വരുന്നത് പിന്നെ നമുക്കൊരു ഡെമോ പീസാണ് വന്നിരിക്കുന്നത്. ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ ക്യാമറ സെൻസറിനെ കുറിച്ച് പറയുന്നത് ആക്ച്വലി റിവ്യൂസ് കിറ്റിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഇതിനകത്ത് കേബിളൊന്നുമില്ല. പിന്നെ ഇവരോടൊരു ബക്കിൾ സ്ട്രാപ്പ് ഉണ്ട്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് എനിക്കറിയില്ല, ഇത് തന്നിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. ഇത് ആക്ച്വലി പുതിയ ബോക്സ് അല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് വലിയ മിസ്സിങ് ആണോ പോലും അറിയത്തില്ല എനിക്ക്. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. 55 വോട്ട് ചാർജർ, ഒരു കേസ്. ഇതൊന്നും സത്യം പറഞ്ഞാൽ ഒരു ഒറിജിനൽ കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമുക്ക് ഫോണിനെ കുറിച്ച് പറയാം. അതുകൊണ്ട് ഞാൻ റെഗുലർ അൺബോക്സിങ് ചെയ്യാൻ ഇതിനകത്ത് കാര്യമായ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഇനി ഫോണിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതാണ് Mi 11 Ultra. അപ്പോൾ നമുക്ക് ഇതിനെ വിശദമായി നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഹാർഡ്വെയർ ഒന്ന് നോക്കാം. ഇതിനകത്ത് വരുന്നത് ക്വാൾകോമിൻ്റെ 888 ചിപ്പ് സെറ്റാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് 256 GB സ്റ്റോറേജും 8 GB റാമാണ് വരുന്നത്. അതേപോലെ UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടാണ്. ഡിസ്പ്ലേ ആണെങ്കിൽ 1440x3200 ആണ് പിക്സൽസ്. അതേപോലെ 6.81 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് സപ്പോർട്ടാണ് വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് ഗ്ലാസ് ആണ്. പിന്നെ ഇതിനകത്ത് 234 grams ആണ് ഇതിൻ്റെ വെയിറ്റ്. ആക്ച്വലി കുറച്ച് ഹെവി ആണെങ്കിലും മുകൾ ഭാഗത്ത് ഈ ക്യാമറ യൂണിറ്റ് ഉണ്ടല്ലേ, വളരെ ഒരു ഡിഫറെൻറ്റ് ലേ ഔട്ടാണ്. അപ്പോൾ ക്യാമറയെക്കുറിച്ച് നമ്മൾ വിശദമായി പറയേണ്ടതുണ്ട്. അപ്പോൾ UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടാണ്. പിന്നെ ഇതിൻ്റെ പ്രൈമറി ക്യാമറ 50 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. f2.0 അപ്പർച്ചറാണ്. പിന്നെ ഒരു 48 മെഗാപിക്സൽ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. അതിനകത്ത് വരുന്നത് f4.1 അപ്പർച്ചറാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് 5x ഒപ്റ്റിക്കൽ സൂമും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വരുന്നത് ഒരു 48 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിനകത്ത് f2.2 അപ്പർച്ചറാണ്, ഡുവൽ LED ഫ്ലാഷും. പിന്നെ നമുക്ക് ബാക്കിൽ ആക്ച്വലി ഒരു AMOLED സെൽഫി ഡിസ്പ്ലേ ഉണ്ട്. സെൽഫിക്ക് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൽഫി ഡിസ്പ്ലേ ഉണ്ട്, വളരെ യുണീക്കായ ഫീച്ചറാണ്. പിന്നെ ഇതാണെങ്കിൽ ഫ്രണ്ട് സെൽഫി ക്യാമറ ആണെങ്കിൽ ഒരു 20 മെഗാപിക്സൽ f2.2 അപ്പർച്ചറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh കപ്പാസിറ്റി ബാറ്ററി, ഫാസ്റ്റ് ചാർജ് 67 വാട്ട് സപ്പോർട്ട് ഉണ്ട്. ഇവിടെ 55 വാട്ട് ചാർജർ വരുന്നുള്ളൂ, 67 വാട്ട് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. പിന്നെ ഫാസ്റ്റ് വയർലെസ് ചാർജിങ് ഉണ്ട്, 67 വാട്ടിൻ്റെ 100% ഇൻ 39 മിനിറ്റ്സിലാവും വയർലെസ് ചാർജിങ്. മറ്റേതാണെങ്കിൽ 36 മിനിറ്റ്സിലാവും. പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് കൊണ്ട് നമുക്ക് വേറെ ഫോണിലേക്കും റിവേഴ്സ് വയർലെസ് ചാർജിങ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും തന്നെ വളരെ ഒരു ടോപ്പ് ഓഫ് ദി ലൈൻ ഹാർഡ്വെയർ ഓഫർ ചെയ്യുന്നത്. പിന്നെ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ലുക്കാണ് നമുക്ക് തരുന്നത്. ഡിസ്പ്ലേൻ്റെ കാര്യമാണെങ്കിൽ ഇതുണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വിശദമായി ഈ ഡിവൈസ് ഒന്ന് പരിചയപ്പെടാം.
അപ്പോൾ ഇതാണ് Mi 11 Ultra. അപ്പോൾ നമ്മൾ സൂപ്പർ ഫോൺ എന്ന് വിളിക്കുന്ന Mi 11 Ultra നമ്മുടെ കയ്യിലുള്ളത്. കണ്ടില്ലേ, വളരെ മനോഹരമായ ഒരു ഡിവൈസാണ്. ബിൽഡ് ക്വാളിറ്റി വൈസ് ആണെങ്കിൽ എല്ലാം കൊണ്ടും തന്നെ ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്ട് നോക്കാം. ഇവിടെ ഉണ്ടല്ലേ, കംപ്ലീറ്റ്ലി മെറ്റൽ ചാസിയാണ്, ഗ്ലാസ് ഫിനിഷാണ് വരുന്നത്. അതേപോലെ തന്നെ ബാക്ക് ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ആ പ്രൊജക്ഷൻ കണ്ടില്ലേ, ക്യാമറേൻ്റെ ആക്ച്വൽ പ്രൊജക്ഷനാണ് ഇത് വരുന്നത്. അതൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. നമുക്കിവിടെ പെരിസ്കോപ്പ് ലെൻസും ഉണ്ട്. അതേപോലെ ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേ ഉണ്ട്. ഞാൻ ഡിസ്പ്ലേൻ്റെ കാണിച്ചു തരാം. നമ്മളിവിടെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആക്ടിവേറ്റ് ആവും. കണ്ടില്ലേ, ആ ഡിസ്പ്ലേ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ ഒരുപാട് യൂസിന് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഞാൻ വിശദമായി പിന്നീട് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയും. ഞാൻ ആക്ച്വലി ഫുൾ ടെസ്റ്റ് ചെയ്തില്ല, പക്ഷേ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്കിവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഓവറോൾ ഇത് ഗ്ലാസ് ഫിനിഷാണ്, ഷവമി ബ്രാൻഡിങ് കാണാം. അതേപോലെ തന്നെ പവർ ആൻഡ് വോളിയം കീസ് കാണാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. താഴെ USB Type-C പോർട്ടും സിം ട്രെയും, പിന്നെ നമുക്കിവിടെ ഡ്യുവൽ സ്പീക്കേഴ്സുമാണ് വന്ന് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതാണ് Xiaomi Mi 11 Ultra. ഇനി നമ്മൾ ഡിസ്പ്ലേ നോക്കാം. ഇതിനകത്തൊരു ക്വാഡ് HD WQHD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതിനകത്ത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. വളരെ സ്മൂത്തായ ഒരു ഡിസ്പ്ലേ ആണ്. നമുക്ക് ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ കാണാം കളർ സ്കീം WQHD+ഉം ഫുൾ HD+ രണ്ട് ഓപ്ഷനും ഉണ്ട്. പിന്നെ റിഫ്രഷ് റേറ്റ് ഉണ്ട് 120 Hz 60 Hz ആണ് വരുന്നത്. പിന്നെ AI ഇമേജ് എഞ്ചിൻ, അവിടെ നമുക്ക് MEMC സപ്പോർട്ട് ഉണ്ട്, AI HDR എൻഹാൻസ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ ഒരു ടോപ്പ് ഓഫ് ദി ലൈൻ ഡിസ്പ്ലേ നമുക്ക് തീർച്ചയായിട്ടും ഇതിന് വിശേഷിപ്പിക്കാവുന്നതാണ്. വളരെ സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ നമുക്ക് മൂവീസൊക്കെ കാണുമ്പോൾ ആ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ മികച്ചൊരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ നോക്കാം. ഇതിനകത്ത് വരുന്നത് MIUI ആണ്. MIUI 12 ആണ്. 12.5 ഇതുവരെ റോൾ ഔട്ട് ചെയ്തിട്ടില്ല. ഇൻഫാക്റ്റ് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. ബാക്കി ഇവിടെ നമുക്ക് 12 GB ഓഫ് RAM ആണ് വരുന്നത്. ഞാൻ നേരത്തെ 8 ആണെന്ന് പറഞ്ഞു, പക്ഷേ 12 GB ആൻഡ് 256 GB ഓഫ് സ്റ്റോറേജുമാണ് വരുന്നത്. പിന്നെ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. MIUI ആണെങ്കിലും ഇതിനകത്ത് ആഡ്സോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതേപോലെ ബ്ലോട്ട്വെയർസ് ഒന്നും തന്നെ ഇൻസ്റ്റാൾഡ് അല്ല. ബാക്കിയുള്ള ആപ്സൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്, പക്ഷേ ബ്ലോട്ട്വെയർസ് ഒന്നും തന്നെ ഇല്ല. വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. ഇൻഫാക്ട് സാംസങ്ങിൻ്റെ S21 സീരീസിനേക്കാളും ലെസർ നമ്പർ ഓഫ് ആപ്സ് ആണ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. സാംസങ്ങിൽ ആഡ്സ് ഉണ്ടായിരുന്നു, ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു സാംസങ്ങിൽ ആഡ്സ്, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. എങ്കിലും ഇവിടെ നമ്മൾ വളരെ ക്ലീൻ UI ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാലൊക്കെ നമ്മൾ MIUIയിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ക്യാമറ UI നോക്കാം. അപ്പോൾ ക്യാമറയിൽ നമുക്ക് റെഗുലറായി കിട്ടുന്ന വീഡിയോ മോഡ് ഇവിടെ 4K 60 FPS, 4K 30 FPS, 8K 24 FPS സപ്പോർട്ടഡ് ആണ്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് മോഡ്സ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഫോട്ടോൻ്റെ കാര്യം പറയുകയാണെങ്കിലും നമുക്കിവിടെ റെഗുലർ ഓപ്ഷൻസ് ഉണ്ട്. പോർട്രേറ്റ് മോഡ് ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ 2x, 5x, 10x, 120x അപ് ടു 120x സൂം ചെയ്യാം. നമുക്ക് 120 ടൈംസ് സൂം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടില്ലേ 120x സൂം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടെ കാണിക്കാം 120xൽ സൂം ചെയ്തെടുത്തത്. അപ്പോൾ വളരെ ഒരു മികച്ച ക്യാമറ നമുക്കിതിനെ തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഇവിടെ കാണിക്കാം. ബാക്കി ഡീറ്റെയിലായി ഞാൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ക്യാമറ സാമ്പിൾസ് ഞാൻ വിശദമായി പിന്നീടൊരു പോസ്റ്റിൽ ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡുവൽ ഡിസ്പ്ലേ ഉണ്ട്. ഞാൻ പറഞ്ഞത് ബാക്കിൽ ഒരു ഡിസ്പ്ലേ ഉണ്ട് പറഞ്ഞില്ല. സ്പെഷ്യൽ ഫീച്ചേഴ്സിൽ റിയർ ഡിസ്പ്ലേ കണ്ടില്ല, റിയർ ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണം എന്നുള്ളത് ഇവിടെ റിയർ ഡിസ്പ്ലേ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാം. എങ്ങനത്തെ കളർ വേണം, ഏത് കളർ വേണം എന്നൊക്കെ ഉള്ളത്, എന്തൊക്കെ കാണിക്കണം അവിടെ, ആ ടെക്സ്റ്റ് എങ്ങനെ വരണം, എല്ലാം തന്നെ നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമുക്ക് സിഗ്നേച്ചർ ഇടാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇമേജ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്യാവുന്ന ഓപ്ഷനും ഉണ്ട്. ഇനി ഇതിനകത്ത് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 67 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 55 വാട്ട് ചാർജർ ബോക്സിനകത്തുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് സോണിക് ചാർജർ വെച്ച് ചാർജ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ 67 വാട്ട് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആണ് Mi 11 Ultra ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു Xiaomi Mi 11 Ultraൻ്റെ ഒരു അൺബോക്സിങ്ങും ക്യൂക്ക് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 69,999 ആണ്.
അപ്പോൾ 69,999, അതായത് 70,000 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും മികച്ച ഫീച്ചേഴ്സ് വരുന്ന വേറെ ഒരു ഫോണും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാംസങ്ങിൻ്റെ S21 പോലും ഇതിലും പ്രൈസ് കൂടുതലാണ്. അതേപോലെ ഇത്രയും ഫീച്ചേഴ്സും ഓഫർ ചെയ്യുന്നില്ല, ചാർജറും ഇല്ല, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബാക്കുമാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് സാംസങ് S21 വരുന്നത്. ഇവിടെ നമുക്ക് എല്ലാം കൊണ്ടും തന്നെ മികച്ച ആസ്പെക്റ്റാണ്. 5G സപ്പോർട്ട് ഉണ്ട്, ക്വാൾകോമിൽ 888 ചിപ്സെറ്റ് ഉണ്ട്, 12GB ഓഫ് റാമും ഉണ്ട്, 256GB ഓഫ് സ്റ്റോറേജും ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇനീഷ്യൽ അഭിപ്രായത്തിൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ ഒരേ ഒരു പ്രോബ്ലമിൽ ഇതിൻ്റെ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ എടുക്കരുത്. കാരണം ഇത് 230+ ഗ്രാംസ് എന്തുകൊണ്ട്. അപ്പോൾ ആ വെയിറ്റ് ഒരു ആസ്പെക്റ്റ് തന്നെയാണ്. ആ വെയിറ്റിൻ്റെ ആസ്പെക്റ്റ് ഞാൻ രണ്ടാമത് പറയണത് എന്താ വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ അങ്ങനെ വെയിറ്റുള്ള ഫോൺ യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യരുത്. പക്ഷേ അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ആണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു അടിപൊളി ഫോൺ എന്ന് പറയാം. തീർച്ചയായിട്ടും ഇതൊരു സൂപ്പർ ഫോൺ തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു Xiaomi Mi 11 Ultraൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.